MSC എൽസ കപ്പലിലെ എണ്ണ നീക്കം ചെയ്യുന്നതിനായി പ്രത്യേക സംഘം കൊല്ലത്തെത്തി. മോർക്ക് എന്ന സിംഗപ്പൂർ കമ്പനിയാണ് എണ്ണ നീക്കം ചെയ്യുക. ഒരു ഇന്ത്യക്കാരനടക്കം 70 പേരാണ് സംഘത്തിലുള്ളത്. അരുൺരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. MSC എൽസ 3യിലെ എണ്ണ നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ ഈ കൊല്ലം തീരത്ത് എത്തിയിരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനടക്കം 70 അംഗ സംഘമാണ് ഈ എണ്ണ നീക്കം ചെയ്യുക. മൊറോക്കോ എന്ന സിംഗപ്പൂർ കമ്പനിയാണ് ഇതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ഇപ്പോൾ നടത്തുന്നത്. ഇന്ന ദിവസമാണ് അവർക്ക് ഇമിഗ്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി. ഇതിനുശേഷമുള്ള പ്രത്യേക സംഘമാണ്, സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ കൊല്ലം തുറമുഖത്ത് എത്തിയിരിക്കുന്നത്. ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇനി തുടരുക, എണ്ണ നീക്കം ചെയ്യുക. അത് അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ 4 ദിവസത്തിനകം ഇവർ കടലിലേക്ക് യാത്ര തിരിക്കും. അവിടെ നിന്നായിരിക്കും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട എണ്ണ അടക്കമുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുക. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ സംഘത്തിന് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ, ഈ എണ്ണ അടക്കമുള്ള ഓയിൽ പദാർത്ഥങ്ങൾ, അത് കടലിൽ കലർന്നിട്ടുള്ള എണ്ണ അടക്കമുള്ള ഓയിൽ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള സാധന സാമഗ്രികളടക്കം ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കപ്പലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊച്ചി തീരത്ത് നിന്ന്, അത് വലിയ ദൂരെയാണെങ്കിൽ പോലും, പക്ഷേ കൊല്ലമാണ് ഇതിൽ ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് മനസ്സിലാക്കിയാണ് കൊല്ലത്തെ ഈ സ്ഥലത്ത്, ഈ കൊല്ലം പോർട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ സിംഗപ്പൂർ കമ്പനിയുടെ ഭാഗമായുള്ള ഈ സംഘം ഇപ്പോൾ ഈ കപ്പലിലേക്ക് കടക്കുകയാണ്. ഇവർ ഒരുപക്ഷെ ഇന്ന് യാത്ര തിരിക്കില്ല, 4 ദിവസത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട യാത്രയടക്കം ഉണ്ടാവുക. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇമിഗ്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഈ സംഘം ഇപ്പോൾ കപ്പലിലെത്തുകയും ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ എണ്ണയടക്കമുള്ള പദാർത്ഥങ്ങൾ, ഓയിൽ പദാർത്ഥങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയും, സെൽവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കമ്പനി പങ്കുവെക്കുന്നത്.